Hello students, welcome to Services Management. Let us discuss a new topic called consumer behavior in service. Consumer behavior is defined as an activities people undertake when obtaining, consuming and disposing of products and services. It can also be defined as a field of study that focuses on consumer activities. കൺസ്യൂമർ ആക്ടിവിറ്റീസ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഏതൊരു പ്രോഡക്റ്റിൻ്റെ ബൈയിങ്ങിൻ എടുത്തു കഴിഞ്ഞിരുന്നാൽ അത് ഒരു ഫിസിക്കൽ ഗുഡ് ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ സർവീസ് ആകാം, ഏതാണെന്നുണ്ടെങ്കിലും അവിടെ അതിൻ്റെ പർച്ചേസിങ്ങും അതിൻ്റെ ഉപഭോഗവും അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ രീതികളെ മനസ്സിലാക്കുമ്പോൾ ആ തരം പഠനങ്ങളെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. Consumer behavior is defined as activities people undertake when obtaining, consuming and disposing of products and services. ഇങ്ങനെ ഈ തരം ആക്ടിവിറ്റിയിൽ അതിലൂടെയാണ് ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ഒരു പർട്ടിക്കുലർ സർവീസ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളെ കൺസ്യൂമർ ഡിസിഷൻസ് എന്ന് പറയും. ഈ കൺസ്യൂമർ ഡിസിഷൻ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ആ ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്. കൺസ്യൂമേഴ്സ് ജനറലി ഫോളോ എ 4-stage പ്രോസസ് ഇൻ മേക്കിംഗ് പർച്ചേസ് ഡിസിഷൻ. ഒരു പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നത് ജനറലി സ്പീക്കിംഗ് ഒരു 4 സ്റ്റേജ് പ്രോസസ്സിലൂടെയാണ്. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. എ ഡിസിഷൻ ടു പർച്ചേസ് സംതിങ് ഈസ് ടേക്കൺ വെൻ ദർ ഈസ് സം അൺഫുൾഫിൽഡ് നീഡ് ഓർ വാണ്ട്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം. ഒരു പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്സിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. ഒരു ഇൻഡിവിജ്വലിന് എന്തെങ്കിലും ഒരു നീഡ്, അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു നീഡ്, അത് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്, ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം, അവിടെ നിന്നാണ് ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ ആവശ്യം എന്താണെന്ന് തിരിച്ചറിയുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഇൻഫർമേഷൻ സെർച്ച്. വൺസ് ദ പ്രോബ്ലം ഈസ് ഐഡൻറ്റിഫൈഡ്, then the individual has to start searching for the alternatives which will satisfy his need. അപ്പോൾ ഈ ഒരു ആവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ അതിനുള്ള സൊല്യൂഷൻസ് അന്വേഷിക്കും. അല്ലെങ്കിൽ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് നമുക്ക് ആ ഒരു ആവശ്യം നിറവേറ്റി എടുക്കാൻ കഴിയുക എന്നുള്ളത് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കണ്ടെത്തുക, ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ, ഡെയിലി ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തിരിച്ചുള്ള ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രോബ്ലമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിന് പറ്റിയ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഈ യാത്ര ചെയ്യാം, ഓഫീസിലേക്ക് യാത്ര ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേഷൻ. ഏതൊക്കെ തരത്തിലുള്ള സൊല്യൂഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തുന്ന സ്റ്റേജിനെയാണ് ഓൾട്ടർനേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഫൈൻഡിങ് ഔട്ട് ദ ഓൾട്ടർനേറ്റീവ്സ്, the individual must evaluate which alternative best suit him.
ഇപ്പം ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വലിന് ഒരു 2 വീലർ പർച്ചേസ് ചെയ്യാം, ഒരു 4 വീലർ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ തരം ഓൾട്ടർനേറ്റീവ്സിൽ ഏതാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാർഗം എന്നുള്ളത് മനസ്സിലാക്കുന്ന സ്റ്റേജിനെയാണ് ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് പർച്ചേസ്, കൺസംഷൻ ആൻഡ് ഡൈവെസ്റ്റ്മെൻറ്റ്. വൺസ് ദ ഇൻഡിവിജ്വൽ ഹാസ് finalized an alternative, then he will go ahead and purchase that product. അപ്പം ഈ 3 സ്റ്റേജിലൂടെ ആ പ്രോബ്ലം മനസ്സിലാക്കുന്നു, പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കുന്നു, ആ സൊല്യൂഷൻ എവിടെ കിട്ടുമെന്നുള്ള ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതിലൂടെ ഏത് തരം പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ സർവീസാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ ഫൈനലൈസ് ചെയ്യുന്നു. അതിനുശേഷമാണ് ആക്ച്വൽ ബൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ സംഭവിക്കുകയും അതിന് ശേഷം കൺസംഷനും ഡിസ്പോസലും സംഭവിക്കുകയും ചെയ്യുന്നു. ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഹി ഡിസ്പോസസ് ദാറ്റ് പ്രോഡക്റ്റ്. ദിസ് കംപ്ലീറ്റ്സ് ദ കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് സ്റ്റേജസ് ഓഫ് കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്. ബൈയിങ് ബിഹേവിയറിൽ എങ്ങനെയാണ് ബൈയിങ് ഡിസിഷൻ എടുക്കുന്നത്, അതിനാണ് കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. 4 സ്റ്റെപ്പാണുള്ളത്. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, ഇൻഫർമേഷൻ സെർച്ച്, ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേഷൻ ആൻഡ് പർച്ചേസ്, കൺസംഷൻ ആൻഡ് ഡൈവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ ഒരു ബൈയിങ് ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു ഇൻഡിവിജ്വൽ ശ്രമിക്കുമ്പോൾ അവിടെ ആ തീരുമാനമെടുക്കാനായിട്ട് സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതാണ് നെക്സ്റ്റ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ബിഹേവിയർ. ദീസ് ഫാക്ടേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 മേജർ കാറ്റഗറീസ്. ഈ ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നമുക്ക് 4 മേജർ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. സിറ്റുവേഷണൽ ഫാക്ടർ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് പേഴ്സണൽ ഫാക്ടേഴ്സ്. ഇങ്ങനെ 4 തരത്തിലുള്ള ഫാക്ടേഴ്സായിട്ട് നമുക്ക് ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സിറ്റുവേഷണൽ ഫാക്ടർ. The situational factors influence the buying behavior. Situational factors influencing the buying behavior are the influence of time pressure in product and brand choice, the atmosphere of the retail outlet, the occasion of purchase, etc. ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സിറ്റുവേഷണൽ ഫാക്ടറാണ്. സിറ്റുവേഷണൽ ഫാക്ടർ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ദ ടൈം പ്രഷർ ഇൻ പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് ചോയ്സ്. സമയത്തിൻ്റെ സമ്മർദ്ദം. ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ട്രെൻഡാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, തിയേറ്ററിൽ പോയിരുന്ന് ഫിലിം കാണുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ടൈം ഫാക്ടർ. എല്ലാവരേക്കാളും മുൻപേ നമുക്ക് അത് കാണാൻ സാധിക്കണം എന്ന് പറയുന്ന ആ ഒരു ടൈം ഫാക്ടറാണ് അവിടുത്തെ സിറ്റുവേഷണൽ ഫാക്ടറായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ടൈം പ്രഷർ എന്ന് പറയാം. സിമിലർലി ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ റീറ്റെയിൽ ഔട്ട്ലെറ്റ്. പല പ്രോഡക്റ്റിൻ്റെയും മാർക്കറ്റിങ്ങിനെ സഹായിക്കുന്ന ഒരു മേജർ ഫാക്ടറാണ് ആ സെല്ലിംഗ് പ്രോസസ്സ് നടക്കുന്ന അറ്റ്മോസ്ഫിയർ. ഇപ്പം എയർലൈൻ, ട്രാവൽ ഏജൻസിയുടെയൊക്കെ ഓഫീസുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പോഷായിട്ടുള്ള എയർ കണ്ടീഷൻഡ് ഓഫീസായിരിക്കും. അത്തരത്തിലുള്ള ഓഫീസുകളിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന, അതായത് അവിടെ നിന്ന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ്, അതിനുള്ള ബുക്കിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാവൽ ഏജൻസിയിൽ പോകുന്നത്. പക്ഷേ ട്രാവൽ ഏജൻസിയുടെ അറ്റ്മോസ്ഫിയറാണ് യഥാർത്ഥത്തിൽ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം തന്നെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ഈസ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. ബയേഴ്സ് ആർ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. ഒരു വ്യക്തിയുടെ കൾച്ചർ അത് അദ്ദേഹത്തിന് വളരെ കൂടുതൽ
ബൈയിങ് ഡിസിഷനെ സ്വാധീനിക്കും. എ കൾച്ചർ ഈസ് ലേൺഡ് ആസ് എ പാർട്ട് ഓഫ് സോഷ്യൽ എക്സ്പീരിയൻസ്. The various subcategories within a culture can be identified based on religion, age, gender, occupation, social class, geographical location, etc. അപ്പം സോഷ്യൽ കൾച്ചറൽ ഫാക്ടറിൽ ആദ്യത്തെ ഫാക്ടറാണ് കൾച്ചറൽ ഫാക്ടർ. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ജീവിത രീതിയാണ് സൂചിപ്പിക്കുന്നത്. അത് നമ്മുടെ ഒരു സമൂഹത്തിൽ നിന്നും ഓരോ വ്യക്തിയും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അത് ഈ കൾച്ചർ എന്ന് പറയുന്നത് എഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലിജിയൻ ഓഫ് ദ ഇൻഡിവിജ്വൽ, ഏജ് ആൻഡ് ജെൻഡർ ഓഫ് ദ ഇൻഡിവിജ്വൽ, ഒക്കേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ. അങ്ങനെ കൾച്ചർ ഫോം ചെയ്യുന്ന ഈ തരത്തിലുള്ള ഫാക്ടേഴ്സിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത് ഈ തരത്തിലുള്ള കൾച്ചറൽ ഫാക്ടേഴ്സാണ്. Next one is reference groups. These are certain groups to which people look to guide their behavior. പലപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കുന്നതിന് സഹായിക്കുന്നതിനായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ ഗൈഡൻസ് തേടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്സിനാണ്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് അവരുടെ റെക്കമെൻഡേഷൻ ആയിരിക്കും ഒരു പരിധി വരെ അവരുടെ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ചൂസ് ചെയ്യാൻ, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ആ തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് റെഫറൻസ് ഗ്രൂപ്പ്സ്. അതുപോലെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്ന മറ്റൊരു ഗ്രൂപ്പാണ് നമ്മുടെ ഫാമിലി. ദ ഫാമിലി ഈസ് അനദർ മേജർ ഇൻഫ്ലുവൻസ് ഓൺ ദ കൺസ്യൂമർ ബിഹേവിയർ. ദ ഫാമിലി കൺസംഷൻ ബിഹേവിയർ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദി ഫാമിലി ലൈഫ് സൈക്കിൾ. ഫാമിലിയുടെ ജീവിത സാഹചര്യവും അവരുടെ ജീവിതത്തിൻ്റെ ലൈഫ് സൈക്കിൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ ലൈഫ് സൈക്കിളിൻ്റെ ഏത് സ്റ്റേജിലാണ് ആ ഫാമിലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാരണങ്ങളാണ്. എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്കായിരിക്കും അവിടെ കൂടുതൽ ആവശ്യകതയും, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നതും ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരിക്കും. നേരെ മറിച്ചിട്ട് പാരൻറ്ഹുഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ പർച്ചേസും ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ഒരു ഗ്രൂപ്പിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഫാമിലി ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന വലിയൊരു ഫാക്ടറാണ്. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്: കൾച്ചറൽ ഫാക്ടേഴ്സ്, റെഫറൻസ് ഗ്രൂപ്പ്സ് ആൻഡ് ഫാമിലി. ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഫാക്ടറാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് സച്ച് എസ് പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ etc. will definitely have an impact on the buying behavior. ഒരു പ്രോഡക്റ്റ് നമ്മൾ കാണുമ്പോൾ അത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു ധാരണ എന്താണ്, അതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഒരാളിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതും അയാളെ ആറ്റിറ്റ്യൂഡും ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കും. സിമിലർലി മോട്ടിവേഷൻ, നമ്മളെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി എടുക്കാനായിട്ട് സഹായിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സിനെയാണെന്ന് പറയുന്നത് മോട്ടിവേഷൻ. അപ്പോൾ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഫാക്ടറും ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. സോ ദ ബൈയിങ് ബിഹേവിയർ ഈസ് അഫക്റ്റഡ് ബൈ psychological factors such as perception. Perception means buyer's perception of a particular product, and that perception influences the buying behavior. Attitude. Attitude is a dispositional term. മനോഭാവം എന്ന് വേണമെങ്കിൽ പറയാം. Attitude manifest themselves in the behavior only under certain conditions. അപ്പോൾ ആളുടെ പെരുമാറ്റ രീതികൾ
പർട്ടിക്കുലർ പെരുമാറ്റ രീതിയിലുള്ള ആൾക്കാർ എടുക്കുന്നത് പോലുള്ള ബൈയിങ് ഡിസിഷൻസ് ആയിരിക്കില്ല മറ്റ് രീതിയിലുള്ള പെരുമാറ്റ രീതികളിലേക്ക് പോകുന്ന ആൾക്കാരുടേത്. അതുപോലെ നെക്സ്റ്റ് ഈസ് മോട്ടിവേഷൻ ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് വിത്തിൻ ദ ഇൻഡിവിജ്വൽസ് that compel them to action. This driving force is subconscious and outcome of certain unfulfilled need. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിലുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കുള്ള പ്രോഡക്ട്സ് ബൈ ചെയ്യാൻ നമ്മൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. These are the psychological factors. And the last one is personal factors. Personal factors include personality, lifestyle, demographic factors, etc. First one, personality. Personality can be described as the psychological characteristics that determine how an individual will react to his or her environment. ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഓരോരോ സിറ്റുവേഷനിൽ പ്രതികരിക്കുന്നത്, ആ രീതിയാണ് അയാളുടെ പേഴ്സണാലിറ്റിയെ നിർണ്ണയിക്കുന്നത്. There are a number of products which are preferred more by extrovert rather than introvert. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഓരോ ആളുടെ റിയാക്ട് ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിന് ഈ ഒരു പേഴ്സണാലിറ്റിയുടെ ബേസിൽ നമുക്ക് മെയിനായിട്ട് എക്സ്ട്രോവേർട്ട് എന്നും ഇൻട്രോവേർട്ട് എന്നുമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം ആൾക്കാരുമായിട്ട് പുതിയ പുതിയ ഫ്രണ്ട്സിനെ കണ്ടെത്താനും ഫ്രണ്ട്സുമായിട്ട് സമയം ചെലവഴിക്കാനും കൂടുതൽ സമയവും ഒരു ഔട്ട്വേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. നേരെ മറിച്ചിട്ട് ഇൻവേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള എപ്പോഴും വളരെ കൂടുതൽ ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരെയാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. പലപ്പോഴും പല പ്രോഡക്റ്റുകളും ക്വിക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ പേഴ്സണാലിറ്റിയാണ്, ദാറ്റ് ഈസ് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. നെക്സ്റ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ ഈസ് എ പേഴ്സൺസ് പാറ്റേൺ ഓഫ് ലിവിങ് ആൻഡ് ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ഹിസ് ഓർ ഹർ ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻസ്. പാറ്റേൺ ഓഫ് ലിവിങ്, ഒരു ജീവിത ശൈലി, അതാണ് ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ വളരെ കൂടുതൽ ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഈ ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ് എയിം ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് ആണ്, അല്ലെങ്കിൽ പേഴ്സണൽ ഫാക്ടേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. First one is personality, second one is lifestyle, and the third one is demographic factors. Buyers' demographic factors like age, gender, education, occupation, etc. also have influence on the purchase behavior. ഒരു വ്യക്തിയുടെ അയാളുമായി ബന്ധപ്പെട്ട ഏജ് അല്ലെങ്കിൽ ജെൻഡർ, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, ഈ തരം ഫാക്ടേഴ്സിനെയാണ് നമ്മൾ കളക്റ്റീവായിട്ട് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റ്സ് ആർ മോർ പ്രിഫേർഡ് ബൈ ടീനേജേഴ്സ് ദാൻ എൽഡർലി പേഴ്സൺസ്. സോ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള സർവീസുകൾ കൂടുതലും ബൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ടീനേജേഴ്സാണ്. അപ്പോൾ ടീനേജർ എന്ന് പറയുന്ന ആ ഏജ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ഫാസ്റ്റ് ഫുഡിനോടുള്ള ഒരു താല്പര്യം. അത് ഒരു പരിധിവരെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരിൽ അത് കാണണമെന്നില്ല. സോ ഇവിടെ ആ ഒരു ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിച്ചിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സാണ്. സോ ഇത്തരത്തിൽ 4 തരത്തിലുള്ള ഫാക്ടേഴ്സാണ്: പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ, സോഷ്യോ കൾച്ചറൽ ആൻഡ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഇതാണ് ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. സോ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും, എസ്പെഷ്യലി നമ്മൾ സർവീസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സർവീസിനെ കസ്റ്റമേഴ്സിൻ്റെ, അവരെ സർവീസ് കൺസ്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ഒരു ബൈയിങ് ഡിസിഷൻ എടുക്കുന്നത്, അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ബൈയിങ് ഡിസിഷൻ എന്ന് പറയുന്ന ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ,
ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വിത്ത് ദിസ് ലെറ്റ് us conclude. Thank you.